നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വിശപ്പടക്കാൻ സഹായിക്കുന്ന വർഷങ്ങളായി തുടർന്നു പോരുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനത്തെക്കുറിച്ചാണ്. വയററിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ പദ്ധതി. ഒരു നേരത്തെ വിശപ്പകറ്റാൻ പാവപ്പെട്ടവർക്ക് ആശ്രയമായ ഈ പദ്ധതിക്കെതിരെ നിർഭാഗ്യവശാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടിയെത്തുന്നവരും അവരുടെ കൂട്ടിരിപ്പുകാരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതമുണ്ട്: ഭക്ഷണം. പരസ്പരം അറിയാത്തവരുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് പാകം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പൊതിച്ചോറ്. ആ വിശക്കുന്ന വയറുകളിൽ പകരുന്ന ആശ്വാസം ചെറുതല്ല. ഒരു രാഷ്ട്രീയ സംഘടന എന്നതിലുപരി മാനവികതയുടെ വലിയൊരു പാഠപുസ്തകമായി ഡിവൈഎഫ്ഐ ഈ പദ്ധതിയെ മാറ്റിയെടുത്തു. ഒരു ചില്ലിക്കാശും വാങ്ങാതെ കൃത്യമായ ഇടവേളകളിൽ 10,000-കണക്കിന് പൊതിച്ചോറുകളാണ് ഓരോ ദിവസവും അവർ വിതരണം ചെയ്യുന്നത്. ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു ജനകീയ മുന്നേറ്റമാണിത്. ഇപ്പോൾ ഇതാ ഈ പദ്ധതി നിർത്തലാക്കുമെന്ന രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ കെ മുരളീധരന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു തന്നെയായാലും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് ചിന്തിക്കേണ്ടത് പാവപ്പെട്ടവന്റെ വിശപ്പിനെ കുറിച്ചാണ്. വിശക്കുന്നവന് രാഷ്ട്രീയം നോക്കി ഭക്ഷണം നൽകുന്ന രീതിയല്ല ഡിവൈഎഫ്ഐയുടേത്. അങ്ങനെയുള്ള ഒരു പദ്ധതിയെ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം തകർക്കാൻ ശ്രമിക്കുന്നത് ജനവിരുദ്ധമായ നടപടിയല്ലാതെ മറ്റെന്താണ്? കോൺഗ്രസിന്റെ ചരിത്രമെടുത്തു നോക്കിയാൽ ഇത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങളെ തകർക്കുന്ന ഒരു മനോഭാവം നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ കണ്ണീരിലും വിശപ്പിലും രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല. നിങ്ങൾ ഓർക്കണം, ഈ പദ്ധതി നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ കഷ്ടപ്പെടുന്നത് വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ചികിത്സ കിട്ടാതെ വലയുന്ന, പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യരാണ്. സേവന പ്രവർത്തനങ്ങളെപ്പോലും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാക്കുന്ന ഈ നടപടി അധാർമികമാണ്. എതിർപ്പുകളെക്കാൾ ഉപരിയായി ജനങ്ങൾ ഇന്നും ഈ പൊതിച്ചോറ് പദ്ധതിയെ നെഞ്ചേറ്റുന്നുണ്ട്. ആ ജനവികാരം തിരിച്ചറിയാൻ ഇനിയെങ്കിലും അധികാരികൾ തയ്യാറാവണം. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത്തരം ജനവിരുദ്ധമായ പ്രസ്താവനകളെയും നീക്കങ്ങളെയും ഒറ്റക്കെട്ടായി തന്നെ എതിർക്കണം. വിശപ്പകറ്റുന്ന കൈകളെ വിലങ്ങുവെക്കാൻ ആരും മുതിരരുത്. ശുഭ്രപതാകയുടെ കരുത്തിൽ സേവനത്തിന്റെ ആയുധമേന്തി വിശക്കുന്നവന്റെ അന്നമായി വീഴുന്നവന്റെ താങ്ങായി മാറിയ ചരിത്രം. ഡിവൈഎഫ്ഐ എന്നത് കേവലം ഒരു യുവജന സംഘടനയല്ല, അത് മനുഷ്യ സ്നേഹത്തിന്റെ അഗ്നിപർവ്വതമാണ്. കയ്യൂക്കുകളോട് പൊരുതിയും കഷ്ടതകളിൽ കൂട്ടിരുന്നും ശുഭ്രപതാകയുടെ കൊടിക്കീഴിൽ ലക്ഷങ്ങൾ അണിനിരുന്നപ്പോൾ അതൊരു ചരിത്രമായി മാറി. തെരുവിലെ വിശപ്പറിഞ്ഞും ആശുപത്രിയിലെ വിലാപം കേട്ടും കാരുണ്യത്തിന്റെ കവചം തീർത്ത ഡിവൈഎഫ്ഐയുടെ കൈകൾക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ മാത്രം നിറമല്ല, അത് മാനവികതയുടെ നിറമാണ്. ചരിത്രം സാക്ഷിയാണ്. പ്രതിസന്ധികളിൽ തളരാതെ പകൽ വെളിച്ചത്തിൽ മാത്രമല്ല, ഇരുട്ടിന്റെ കറുത്ത രാവുകളിൽ, പ്രകൃതിയുടെ താണ്ഡവങ്ങളിൽ പാവപ്പെട്ടവന്റെ കാവലായി നിന്ന പാരമ്പര്യമാണ് ഡിവൈഎഫ്ഐയുടേത്. അധികാരത്തിന്റെ ഗർവിന് മുന്നിൽ കുനിയാത്ത അനീതിക്കെതിരെ പടവാളെന്തുന്ന യൗവനത്തിന്റെ ചോരത്തിളപ്പ്. പൊതിച്ചോറിന്റെ ഓരോ പൊതിയിലും ഒളിഞ്ഞിരിക്കുന്നത് ഒരു തലമുറയുടെ സാമൂഹിക പ്രതിബദ്ധതയാണ്. അലമുറയിടുന്ന വിശപ്പിനെ തണുപ്പിക്കാൻ വിയർപ്പൊഴുക്കി പൊരുതുന്ന ഒരു സംഘടനയെ തകർക്കാൻ നോക്കുന്നത് ഒരു ജനതയുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് അനീതിയെ തകർക്കുമ്പോഴും കരുണയുടെ കരങ്ങൾ കൊണ്ട് മുറിവുണക്കുന്ന കല ഡിവൈഎഫ്ഐക്ക് വശമുണ്ട്. തകർച്ചകളില്ലാത്ത പോരാട്ടങ്ങളുടെ, തോൽവി അറിയാത്ത യൗവനത്തിന്റെ നാളെയുടെ പ്രതീക്ഷയാണ് ഈ ശുഭ്രപതാക, ഈ ഡിവൈഎഫ്ഐ. പെണ്ണായി പിറന്നാൽ കേരളത്തിലെ ആരോ ആയി മാറുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ആ ചരിത്രം ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കാരണം ഇത് വിശപ്പിനെ കുറിച്ച് പറയുന്ന വീഡിയോയാണ്. KPCC ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറിയിൽ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം വെക്കണമെന്ന നിർദ്ദേശം വെച്ച കേരളത്തിലെ ആദ്യത്തെ KPCC പ്രസിഡന്റായ, ഏതോ കാരണങ്ങളാൽ കെ കരുണാകരൻ തന്നെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുള്ള കേരളത്തിന്റെ കിങ്ങിണിക്കുട്ടനായ കെ മുരളീധര, നിന്നെക്കുറിച്ച് കൂടുതലൊന്നും ചരിത്രം വിളമ്പാൻ നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് പ്രതികരിക്കാം, അനീതിക്കെതിരെ ഒന്നിച്ചു നിൽക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.